ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അടുത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചറിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കാര്യമായിരിക്കും അത് എന്ന് പറയുന്നത്. അത് നടക്കുമ്പോൾ നിങ്ങളിൽ വളരെയധികം അത്ഭുതമുണ്ടാകും എന്ന് കാണാം. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു വലിയ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഒരവസരമാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് തരുന്നത് ഡിവൈനാണ്, അല്ലെങ്കിൽ ഡിവൈനിൽ നിന്നുമാണ് ഈ ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് ഇവിടെ കാണാം. യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ വളരെയധികം പ്രതിസന്ധികളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നുപോയി എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങളുടെ പേരിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായി വന്നു. ഈ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതല്ല. അതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എനിക്കിവിടെ തോന്നുന്നത്. എന്തുകൊണ്ട് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ലിറ്ററലി നിങ്ങളോട് തന്നെ പലതവണ ചോദിക്കുന്നുണ്ട്. ഇത് വളരെയധികം ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു, വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞതുമായിരുന്നു. അതായത് ഇത് നിസ്സാരമല്ല, അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, ഇതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർഹിക്കുന്നില്ല എന്നുള്ള ഒരു പോയിന്റിൽ നിങ്ങൾ എത്തുകയും നിങ്ങൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാനും തുടങ്ങിയതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കാരണം ഈ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനോ ഒന്നും തന്നെ ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് നിങ്ങൾ യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല. അതായത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് ഞാൻ യാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ എന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നല്ലൊരു ലൈഫ് അല്ലെങ്കിൽ നല്ലൊരു അനുഗ്രഹം, നല്ലൊരു സന്തോഷം ഒക്കെ ഞാൻ അനുഭവിച്ചിട്ട് ഒരുപാട് നാളായില്ലേ, ഈ ഒരു രീതിയിലൊക്കെ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇവിടെ കാണുന്നത് ഒരു ഗുഡ് ന്യൂസാണ്. എന്തുകൊണ്ട് ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ നല്ല കർമ്മ കാരണമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന രീതിയിൽ ഇന്ന് വരെ യാതൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ശരിയാകാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു എനർജിയെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. എല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങളിലേക്ക് നിങ്ങൾ സ്വീകരിക്കുക. ആ ഒരു എനർജിയിൽ നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ ആ ഒരു എനർജി ക്ലെയിം ചെയ്യുമ്പോൾ ആ ഒരു എനർജി നിങ്ങളിലേക്ക് തന്നെ ഇരട്ടിയായിട്ട് തിരികെ വരും എന്നുള്ളതാണ്. ടെമ്പറൻസ് കാർഡ് ഇവിടെ പറയുന്നത് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുകയാണ് എന്നാണ്. നിങ്ങളുടെ ഏഞ്ചൽസ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നതിനെയാണ് ഈ ഒരു കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അറിയുന്നതിന് മുൻപ് നിങ്ങളുടെ പുറകിൽ നിങ്ങൾക്കായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടുന്നതിനെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. എന്ത് തന്നെ ആയാലും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് എന്ത് തന്നെ ആയാലും, ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എനർജി ഈ വരുന്ന ആഴ്ചകളിൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാം. ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു സൂചനയാണ്. നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ എല്ലാ പീസസും നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരികെ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന. ആ ഒരു സമൃദ്ധി അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം, സെക്യൂരിറ്റി, സന്തോഷം, ഇതെല്ലാം ഒരുമിച്ച് നിങ്ങളിലേക്ക് വരുന്നു. യാതൊരുവിധ സ്ട്രഗിൾസും കൂടാതെ അല്ലെങ്കിൽ യാതൊരുവിധ സ്ട്രെസ്സും കൂടാതെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് ഈ ഒരു ടെമ്പറൻസ് കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ ഉയർത്തുന്നതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള എനർജി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്ന, കൂടുതൽ മോട്ടിവേഷൻ തോന്നുന്ന, എല്ലാ കാര്യങ്ങളും എനിക്ക് നടന്നു കിട്ടും എന്നതിൽ ഒരു വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ വിധിയിൽ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ആരുടെയൊക്കെയോ സഹായം ലഭിക്കും എന്നൊന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ സഹായിക്കുന്നത് അത് നിങ്ങളുടെ പൂർവികരും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സും
ആയിരിക്കും. അവരിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സഹായം ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെ ആയാലും, ഇതിപ്പോൾ ജോലി ആയാലും അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും, നിങ്ങൾക്കത് നടക്കുന്നതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ അതിന് ഇറങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഓരോ സമയത്തും അത് ചോദിച്ച് ചോദിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊരു സൂചന അല്ലെങ്കിൽ ഒരു വഴി, ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് സഹായം പോലെ ഈ ഒരു ആൻസിസ്റ്റേഴ്സ് ആയാലും നിങ്ങളുടെ ഏഞ്ചൽസ് ആയാലും സ്പിരിറ്റ് ഗൈഡ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. കാരണം അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക. ഇപ്പം നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത്, നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ ജോബ് വേക്കൻസീസൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ നോക്കുക. നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന, നിങ്ങൾക്ക് ഒരു സൂചന ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ പൂർവികന്മാരോടോ അല്ലെങ്കിൽ ഏഞ്ചൽസിനോടോ ഒക്കെ അവരെ നിങ്ങൾ ക്ഷണിക്കുക. ക്ഷണിച്ചിട്ട് നിങ്ങൾ അവരോട് പറയുക, എന്നെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ഇങ്ങനെ ഒരു ഔട്ട്കം വേണം, എനിക്ക് ഇങ്ങനെ ഒരു സക്സസ് വേണം, എനിക്ക് ജോബ് ലഭിച്ചിരിക്കണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ പറയുക. അല്ലെങ്കിൽ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ആ ഒരു രീതിയിൽ നിങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സൂചന, ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് സഹായം ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെ അവരെ സഹായിക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സഹായം നിങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് സഹായം ആവശ്യമെങ്കിൽ നിങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യുക. നിങ്ങളുടെ ഏഞ്ചൽസ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം അവരെപ്പോഴും നിങ്ങൾക്ക് ഉത്തരം തരുമെന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാതെ നുഴഞ്ഞു കയറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നല്ല. അവർ നിങ്ങൾ ചോദിക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകും. അവർ നിങ്ങളുടെ ചോദ്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾ സഹായം ചോദിക്കുക. കാരണം പലപ്പോഴും പല കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. പല കാര്യങ്ങളും എത്ര നിങ്ങൾ ട്രൈ ചെയ്തിട്ടും അത് നടക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ചോദിക്കുക, എന്നെ സഹായിക്കണം, എനിക്കിത് ആവശ്യമാണ്, ആ ഒരു വരുന്ന ഔട്ട്കം, എനിക്ക് ജോലി ലഭിച്ചു അല്ലെങ്കിൽ എൻ്റെ ഈ കാര്യം നടന്നു, അത് നടത്തി തരണം എന്ന് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ സഹായം ചോദിക്കുക. അവർ സഹായം ചോദിക്കുന്നതിനായിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ കുടുംബ ദേവതയാകാം. നിങ്ങൾ ചോദിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അവരെന്തായാലും എന്നെ സഹായിക്കും, ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ചോദിക്കുക. നിങ്ങളെ സഹായം ചോദിക്കുക. തീർച്ചയായിട്ടും അവർ നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങൾ ചോദിക്കാതെ നുഴഞ്ഞു കയറി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇത് നമ്മുടെ പാരൻസിനെ പോലെയാണ്. നമ്മുടെ പൂർവികരായാലും നമ്മുടെ ഏഞ്ചൽസ് ആയാലും നമ്മളെ പാരൻസിനെ പോലെയാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള പാരൻസ് ആകുമ്പോൾ, നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നൊരു പാരൻസ് ആകുമ്പോൾ അവർ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്കത് ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നും. ഇതുപോലെയാണിത്. അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ ചോദിക്കുക തന്നെ വേണം. അതായത് ചിലപ്പോഴൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഓവറായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ഇത്രയും ചെയ്യുന്നത്, എന്തിനാണ് ഇവർ എന്നെ ഇത്ര പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, എത്ര കൺട്രോൾ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാറില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും. ചിലപ്പോൾ നമ്മൾ അങ്ങനെ കരുതിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ ചോദിക്കുന്നതിനായിട്ട് അവരവിടെ കാത്തു നിൽക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കണം, ക്ലിയറായിട്ട് വ്യക്തമായിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് ചോദിക്കുക. നമ്മൾ അതിനുവേണ്ടി ഇറങ്ങുന്നതിന് മുൻപ്, അതൊരു ജോബായാലും ഇൻ്റർവ്യൂവിന് മുമ്പ്, അല്ലെങ്കിൽ പ്രാർത്ഥന, അതായത് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു ഗൈഡൻസ് താ എന്ന് ചോദിക്കുക. അവർ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അവർ നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യണം. നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണം, എനിക്ക് സഹായം ആവശ്യമാണ്, എന്നെ സഹായിക്കുക. അതുപോലെ ഇവിടെ എംബ്രസ് കാർഡ് കാണിക്കുന്നത് നിങ്ങൾ വളരെയധികം ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ജീവിതം ജീവിക്കാൻ പോകുന്നതായിട്ടാണ്. വെൽത്തി ആയിട്ടുള്ളൊരു ജീവിതമൊക്കെ ജീവിക്കാൻ പോകുന്നതായിട്ടാണ്. വളരെ നല്ല ആരോഗ്യമുള്ള, വളരെയധികം സമാധാനമുള്ള, വളരെയധികം സന്തോഷമുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു എംബ്രസ് എന്ന് പറയുന്നത്. ആ ഒരു ലൈഫ് നിങ്ങൾ ജീവിക്കുന്നതായിട്ടാണ് ഇവിടെ ഈ ഒരു എംബ്രസ് കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം പവറിൽ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ ഹെൽത്തി ആയിട്ട്, വളരെയധികം പവർഫുൾ ആയിട്ട് ജീവിക്കാൻ പോകുന്നു. നിങ്ങൾ സ്ത്രീ ആയാലും അല്ലെങ്കിൽ പുരുഷനായാലും ആരായാലും നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെയധികം വെൽത്തി ആയിട്ടുള്ള, യാതൊരുവിധ സങ്കടവും ഇല്ലാത്ത ഒരു ജീവിതം നിങ്ങൾ ജീവിക്കാൻ പോവുകയാണ്. ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കാത്ത അല്ലെങ്കിൽ വറി ചെയ്യാത്ത ഒരു ലൈഫിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. അതിപ്പോൾ ആഹാരത്തെക്കുറിച്ചായാലും അല്ലെങ്കിൽ പൈസയെക്കുറിച്ചായാലും ഒന്നിനെക്കുറിച്ചും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് കാണാം.
ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് സാമ്പത്തികമായിട്ട് വളർച്ചയുണ്ടാകുന്ന നിങ്ങളെയാണ്. പൈസയ്ക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത നിങ്ങളെയാണ്. അതുകൂടാതെ ആ ഒരു സാമ്പത്തികം വളരുകയാണ്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടതായി വരുന്നില്ല. ഈ ഒരു കാര്യം കാണുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. അതുപോലെ ഈ ഒരു പൈസയൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടും അതിൽ നിന്നും യാതൊരുവിധ നഷ്ടങ്ങളും ഉണ്ടാകാത്ത നിങ്ങളെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇങ്ങനെ പൈസയൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അതായത് സാമ്പത്തികമായിട്ട് വളർച്ച ഉണ്ടാകുന്ന സമയത്ത് പല ആൾക്കാരും അവരുടെ പൈസയൊക്കെ പല സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യും. പല എക്സ്പെരിമെൻറ്റ്സും ചെയ്യും. അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ വർക്കാവുമോ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ വർക്കാവുമോ, അങ്ങനെയൊക്കെ നോക്കി പല ആൾക്കാർക്കും അവസാനം ആ ഒരു പൈസ നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ കേസിൽ അങ്ങനെ ഒരു നഷ്ടം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എനിക്ക് കാണുന്നത് ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കൂടുതൽ പണം സമ്പാദിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പണം കൂടുതൽ വളരുന്നതായിട്ട്, യാതൊരുവിധ നഷ്ടങ്ങളുമില്ലാതെ കൂടുതൽ പണം വളരുന്നതായിട്ടാണ് കാണുന്നത്. ഇത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നഷ്ടമില്ലാതെ കൂടുന്നത് ഇതൊരു അനുഗ്രഹമാണ്. അതുപോലെ നിങ്ങൾ ചിന്തിക്കുന്നതിലും ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അത്രയും വളരെ മനോഹരമായിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഇവിടെ കാണുന്നത്. ഒരു ദിവസത്തിനുള്ളിൽ വളരെ നല്ല ഒരു വാർത്ത നിങ്ങളിലേക്ക് വരുന്നു. ഒരു രാജാവിനെ പോലെ ജീവിതം ജീവിക്കും, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ ജീവിക്കും എന്നുള്ള ഒരു വിശ്വാസം ഈ ഒരു വാർത്ത നിങ്ങളിലുണ്ടാക്കും. വളരെ ആത്മവിശ്വാസം നിറഞ്ഞ, സാമ്പത്തിക ഭദ്രതയുള്ള, അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ ജീവിക്കും. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. എപ്പോഴാണോ നിങ്ങൾക്കത് ചെയ്യേണ്ടത് അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ അത് ചെയ്യാൻ കഴിയും. കാരണം അത് ചെയ്യാനുള്ള എല്ലാ റിസോഴ്സസും എല്ലാ സാമ്പത്തികവും എല്ലാം തന്നെ നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കും. ആത്മവിശ്വാസവും നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കും. ആരോഗ്യവും നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കും. എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതെല്ലാം തന്നെ നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കും. നിങ്ങൾക്ക് വറി ചെയ്യേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യും, അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടാവില്ല. കാരണം എല്ലാ റിസോഴ്സസും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആരോഗ്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല? നിങ്ങൾക്ക് ചിന്തിക്കുന്ന സമയത്ത് അത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ കൈവിടരുത്. കാരണം നിങ്ങൾക്ക് പോലും ഇമാജിൻ ചെയ്യാൻ കഴിയില്ല നാളെ നിങ്ങൾ ആരായി തീരും എന്നതിനെക്കുറിച്ച്, അല്ലേ? അതുപോലെ ഒരിക്കലും മറ്റുള്ളവരുടെ ടൈമിങ്ങിനെ നിങ്ങളുടേതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. കാരണം ഓരോ വ്യക്തികളും ഈ ഭൂമിയിലേക്ക് വന്നത് ഓരോ ദൗത്യത്തിനായിട്ടാണ്. ഓരോ വ്യക്തികളുടെ സോളും പല പല വ്യത്യസ്ത ജേണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭൂമിയിലേക്ക് ജന്മമെടുത്ത് വന്നത്. ഓരോ പൂവിനും പൂക്കാൻ ഓരോ സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ വ്യത്യസ്ത കാര്യങ്ങൾക്കായിട്ടാണ് വന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ടൈമിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. എന്ത് തന്നെയായാലും നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും. തീർച്ചയായിട്ടും ലഭിക്കും. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.